അതായത് നമുക്കൊരു പെർട്ടർബുലേഷൻ അതിലുണ്ട് എച്ച് ഡാഷ് ഈസ് ഈക്വൽ ടു എ എക്സ് ആണ് എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ ഇതൊരു ആഡ് ചെയ്തിരിക്കുന്ന ഇൻഫൈനൈറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യലാണ്. വി ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ്. 0 to π വരെ, അല്ലാത്ത സ്ഥലത്തൊക്കെ ഇൻഫിനിറ്റ് വാല്യൂ ആണ്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഓർഡർ. അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷ്രോഡിഞ്ചർ ഈക്വേഷൻ എഴുതി. ഷ്രോഡിഞ്ചർ ഈക്വേഷൻ എങ്ങനെയാണ്? ഡി സ്ക്വയർ സൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2m ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഇ മൈനസ് പി ഓഫ് സൈ ഈക്വൽ ടു 0. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈൻ്റെ സ്ഥലത്ത് വിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? ഡി സ്ക്വയർ സൈ ഡിവൈഡഡ് ബൈ ഡി എസ് സ്ക്വയർ പ്ലസ് 2m ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഇ ഓഫ് സൈ ഈക്വൽ ടു 0 എന്നായിരിക്കും. അപ്പോൾ നമ്മുടെ സൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എ ഓഫ് കോസ് വേവ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എ ഓഫ് കോസ് കെ എസ് ബി ഓഫ് സൈൻ കെ എക്സ് എന്ന് ആയിരിക്കും. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ 0 ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കും. എ ഈസ് ഈക്വൽ ടു ഇത് 1 ആയിരിക്കും. പ്ലസ് ബി 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്തായിരിക്കും? എക്സ് സൈൻ 0 ആണ്. സൈൻ പൈയും എനി പൈയും 0 ആണ്. അപ്പോൾ നമുക്ക് എ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ വേവ് ഫംഗ്ഷൻ വീണ്ടും എഴുതുമ്പോൾ എന്തായിരിക്കും? ഇത്രയും ഭാഗം പോവും. നമുക്ക് ബി ഓഫ് സൈൻ കെ എക്സ് എന്നായിരിക്കും നമ്മുടെ വേവ് ഫംഗ്ഷൻ കിട്ടാം. ഇനി നമുക്കിതിൽ ബീൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നോർമലൈസ് ചെയ്യണം. എങ്ങനെ നോർമലൈസ് ചെയ്യാം? ഇൻ്റഗ്രൽ ഓഫ് സൈ സ്റ്റാർ സൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. സൈ സ്റ്റാർ നമുക്ക് ഇമാജിനറി ഒന്നുമില്ല. ബി ഇൻറ്റു സൈൻ കെ എക്സ് ഈക്വൽ ടു 1. ബി സ്ക്വയർ സൈൻ സ്ക്വയർ കെ എക്സ് ഈസ് ഈക്വൽ ടു 1. ബി സ്ക്വയറിനെ പുറത്തെടുത്തു. നമുക്ക് എവിടെ തൊട്ട് എവിടെ വരെയാണ്? നമ്മുടെ ഇൻ്റർവെല്ല് 0 to π വരെയാണ്. സൈൻ സ്ക്വയർ കെ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു 1. നമുക്കറിയാം സൈൻ സ്ക്വയർ എക്സ് എന്താ? 1 മൈനസ് കോസ് ടു എക്സ് ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ അതുപോലെ തന്നെ എന്തായിരിക്കും? ബി സ്ക്വയർ 0 to π 1 മൈനസ് കോസ് ടു കെ എക്സ് ഡിവൈഡഡ് ബൈ 2 ഡി എക്സ് ഈക്വൽ ടു 1 ഈക്വൽ ടു ബി സ്ക്വയർ ഇൻ്റഗ്രൽ ഓഫ് ഇവനെ പുറത്തെടുക്കാം. 1 മൈനസ് കോസ് ടു കെ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു 1. ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്തായിരിക്കും? എക്സിനെ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യും, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 to π ഡി എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ആയിരിക്കും. കോസ് ടു കെ എക്സ് സൈൻ ടു കെ എക്സ് ഡിവൈഡഡ് ബൈ 2 നോക്കാം. ഇവിടെ നമ്മൾ പൈ ഇട്ട് കൊടുത്തു. സൈൻ എനി പൈ എത്രയാ? സൈൻ എനി പൈ 0 ആണ്. സൈൻ പൈ 2 π 3 π 4 π എല്ലാതും 0 ആണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എക്സിന് 0 ഇട്ട് കൊടുത്താലും കാര്യമില്ല, സൈൻ ഇവിടെയും 0 ഇട്ട് കൊടുത്താലും കാര്യമില്ല. എന്തായിരിക്കും? 2 ഡിവൈഡഡ് ബൈ പൈ ആയിരിക്കും. ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു പൈ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഇവിടെ പോകുമ്പോൾ 2 ഡിവൈഡഡ് ബൈ പൈ ആയിരിക്കും. ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഡിവൈഡഡ് ബൈ പൈ ആയിരിക്കും. അപ്പോൾ നമ്മുടെ സൈ ആരായിരിക്കും? ബി ഓഫ് സൈൻ കെ എക്സ് എന്നല്ലേ? ഇനി എന്ത് ചെയ്യണം? നമ്മളോട് എനർജി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ എനർജി കാണാം. 0 to π വരെ സൈൻ സ്റ്റാർ എച്ച് ഡാഷ് പെർട്ടർബുലേഷൻ എ എക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവനെ സൈ സ്റ്റാർ എങ്ങനെയായിരിക്കും? ചെറുതാക്കി ഇങ്ങനെ എഴുതാം. ഇവൻ തന്നെയാണ് വരാം 2 തവണയും. സൈ സ്റ്റാർ ചെയ്താലും ഇവൻ തന്നെയാണ് വരാം. അപ്പോൾ ഇത് 2 തവണ ആയിരിക്കും. എന്തായിരിക്കും? 2 ഡിവൈഡഡ് ബൈ പൈ ആയിരിക്കും. സൈൻ സ്ക്വയർ കെ എക്സ് എ എക്സ് ഇവൻ ഡി എക്സ്. ടു ഡിവൈഡഡ് ബൈ പൈ എനെ നമുക്ക് പുറത്തെടുക്കാം.
എങ്ങനെ ചെറുതാക്കാം? ഇവനെന്താ? cos 2 സൈൻ നമുക്ക് അറിയണ ഒരു ഫോർമുലയാണ് 2 sin square x is equal to 1 minus cos 2x എന്ന് അവനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സൈൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങോട്ട് ആയിരിക്കും y2 ആയിരിക്കും. 2 നമുക്ക് പുറത്തിറക്കിക്കൂടാ. നമ്മളെന്ത് ചെയ്യുക? ഇവനെ ചെയ്യേണ്ടി വരും. എങ്ങനെ ചെയ്യും? ഫസ്റ്റ് ഫംഗ്ഷന് അവിടെ വെച്ചു, ഇവനെ നമ്മൾ എന്ത് ചെയ്തു? ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പം എന്താ വരാ? ഇവിടെ നമ്മൾ പൈ ഇട്ട് കൊടുത്തു നോക്കിയേ. ഇവിടെ എക്സിന് പൈ, ഇവിടെ എന്തോട്ട് കൊടുക്കും? സൈൻ പൈ 0 ആയിരിക്കും. ഈ സാധനം ഉണ്ടായിട്ടൊരു കാര്യമില്ലാതെ ആയിരിക്കും. അപ്പോൾ ഈ മൈനസും കൂടുമ്പോൾ എത്രയായിരിക്കും? പ്ലസ് ആയിരിക്കും. ആവില്ലേ? നമുക്ക് ഈ 1/2 പുറത്തിറക്കാം. എന്തായിരിക്കും? നെഗറ്റീവ് ഉള്ള വാല്യൂ നമുക്ക് പുറത്തെടുത്തല്ലോ കോൺസ്റ്റൻറ്റിന്. സൈൻ 2k പൈ വരാം. സൈൻ പൈ -1 2k പൈ എത്രയായിരിക്കും? 1 ആയിരിക്കും. മൈനസ് ഓഫ് കോസ് 0 1 പോയി. ബാക്കി ആരെയും ഉണ്ടാവാം. അപ്പോൾ നമുക്ക് നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്.